സുഭാഷ് സുധിയെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലെ കാര്യം ചോദിക്കുമ്പോൾ സുധി പറയും ഞങ്ങൾ ഇവിടുന്ന് പോയത് നിങ്ങൾ കണ്ടാലേ. സുഭാഷ് ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്, അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വിളിച്ചതാ, നിങ്ങൾ ഇന്ന് തന്നെ മടങ്ങില്ല എന്നൊക്കെ ചോദിക്കും. സുധി പറയും ആ. സുഭാഷ് പറയും അവർക്ക് ദേഷ്യം ഉണ്ടാവും, കുറേ നേരമൊന്നും അവിടെ നിൽക്കണ്ട, എന്തു വന്നാലും ആ കുട്ടി അവിടെ വിട്ടിട്ട് പോരുത് കേട്ടല്ലോ. അച്ഛന് വയ്യാന്ന് പറഞ്ഞ് അവളെ അവിടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നീ കൂട്ടിക്കൊണ്ട് വരണം. അവിടെ വന്നാൽ അവർ ചിലപ്പോൾ അതിൻ്റെ മനസ്സ് മാറ്റിക്കളയും, അതുകൊണ്ടാ. സുധിയാണെങ്കിൽ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വല്യച്ഛനും വല്യമ്മയൊക്കെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക. നീ ഒറ്റയ്ക്ക് വന്നാൽ പെൺകുട്ടി വന്നു കയറിയതിൻ്റെ അന്ന് തന്നെ തിരിച്ചു പോയിന്ന് അവർ കഥയുണ്ടാക്കും. ഇപ്പം തന്നെ അവൾ ഇറങ്ങിപ്പോയിന്ന ആളുകൾ പറയുന്നത്. സുധി ഒരു കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ കോള് വെക്കുകയാണ്. അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ട് സുഭാഷിനെ ഹരീഷിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹരീഷ് ചോദിക്കുക എന്താ ഇങ്ങനെ നോക്കുന്നത്, ഞങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്. അച്ഛൻ ചോദിക്കുക ഇങ്ങനെ നോക്കിയെന്ന് വിചാരിച്ച് സൗന്ദര്യം കുറഞ്ഞു പോകുന്നില്ലല്ലോ. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് ഭാസ്കരൻ്റെ പെങ്ങൾ. അവർ ഭാസ്കരനെ കളിയാക്കി ഓരോ കാര്യം പറയും. ഭാസ്കരൻ തിരിച്ചു അതേ രീതിയിൽ തന്നെ പറയും. അവർ സുഭാഷിനെ ഹരീഷിനെ നോക്കിയിട്ട് പറയാ നിൻ്റെ ഒന്നും വീട്ടിൽ പെണ്ണ് വാഴാൻ പോണില്ല, അതോർത്തോ നിങ്ങളൊക്കെ. ഭാസ്കരൻ എണീറ്റ് പറയും അടിച്ച് തലമണ്ട പൊട്ടിക്കും ഞാൻ, ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം, അതന്വേഷിക്കാൻ ഒരുത്തി ഇങ്ങോട്ട് കടന്നു വരണ്ട. അമ്മായി പോയി കഴിയുമ്പോൾ അച്ഛൻ സുഭാഷിൻ്റെ അടുത്ത് പോയി ചോദിക്കും സുഭാഷേ അവൾ തിരിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് അറിയുമെന്ന്. സുഭാഷ് പറയും അവളുടെ അച്ഛന് സുഖമില്ലാഞ്ഞിട്ട് കാണാൻ പോയതാണെന്ന്. ശരിക്കും സുഖമില്ലാത്തതാണോ അതോ നാടകം കളിച്ച് അങ്ങോട്ട് പോയതാണോ? ഇവരുടെ കല്യാണം എന്താടാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയത്. ഹരീഷ് പറയും തന്തേ തള്ളയൊന്നും ഇല്ലാത്തതുകൊണ്ടാ അങ്ങനെ നടത്തേണ്ടി വന്ന്. അച്ഛൻ പറയും തന്തേ തള്ളയൊന്നും ഇല്ലെങ്കിലും ഘടാഘടിയന്മാരായ അനിയന്മാരും ഒരു ചേട്ടനും ഉണ്ടല്ലോ. അച്ഛനും ഹരീഷും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കുകയാണ്. സുഭാഷേ ഞാൻ പറയുന്നത് ഇവന് മനസ്സിലാവില്ല, പക്ഷെ നിനക്ക് മനസ്സിലാവും. അവർ തിരിച്ചു വരുമ്പോൾ ഇവിടെ വെച്ച് അവരുടെ രണ്ടുപേരുടെ കല്യാണം നടത്തണം, അത് ഈ നാട്ടുകാർ മുഴുവൻ കാണണം. പെണ്ണ് വാഴാത്ത വീടെന്നുള്ള ചീത്തപ്പേര് അപ്പോഴേ ഇവിടുന്ന് പോവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്. സുഭാഷ് ഹരീഷിനോട് പറയും ഹരീഷേ ആ ഐഡിയ കൊള്ളാലോടാ. ഹരീഷ് പറയും അതേട്ടാ ഇങ്ങേരുടെ വായിന്ന് കൊള്ളാവുന്നൊരു വാക്ക് വന്നല്ലോ എന്ന് ഞാൻ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. അവർ വരുമ്പോൾ നമുക്കങ്ങനെ നടത്താം, നീ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സുഭാഷ് ഹരീഷിനോട് പറയും. സാന്ദ്ര നിധിയെ ഫോൺ വിളിക്കുമ്പോൾ സാന്ദ്രയുടെ അച്ഛൻ ചോദിക്കും സാന്ദ്ര എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവരുടെ കൂടെ നിന്നില്ലെന്ന് രാജീവിന് തോന്നില്ലേ. അമ്മ പറയും ഞാനിതൊക്കെ പലതവണ സാന്ദ്രയോട് പറഞ്ഞതാ, അവൾ കേൾക്കണ്ടേ. നിധി അച്ഛൻ്റെ വിശേഷമൊക്കെ തിരക്കുമ്പോൾ സാന്ദ്ര പറയും അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബെറ്ററായിട്ടുണ്ട്. നിധി പറയും എനിക്ക് ഒരു തവണ അച്ഛനെ കാണണം, അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒക്കെ ശരിയാവും. കാണാൻ ഞാൻ വഴിയുണ്ടാക്കാം, പക്ഷേ സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല. സംസാരിച്ചാലും മനസ്സിലാക്കുന്ന ഒരു പിടിയുമില്ല. സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞാൻ നേരിട്ട് കണ്ട് പറയാം, അപ്പോഴേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. സാന്ദ്ര പറയും നിധി നീ ചെറിയ കാര്യമല്ലേ ചെയ്തത്, ഒരാളെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. നിധി പറയും എല്ലാം ഞാൻ നേരിട്ട് പറയാം എടുത്തി, അച്ഛനെ ഇപ്പോൾ കാണാൻ പറ്റും. സാന്ദ്ര രാവിലെ ഒരു 10 മണി കഴിഞ്ഞെന്ന് പറയും. കോള് കഴിഞ്ഞ് നിധി താഴോട്ട് നോക്കുമ്പോൾ സുധി താഴെ നിൽക്കുന്നത് കാണും. നിധി ഓടി സുധിയുടെ അടുത്തേക്ക് പോകും. ഇയാൾ പോയില്ലേ, പോയി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. സുധി പറയും പോകാൻ കഴിഞ്ഞില്ല, ഇത്ര നേരം വീട്ടിൽ നിൽക്കുകയായിരുന്നു, എന്താ പോകാഞ്ഞത്. സുധി പറയും അറിയില്ല, ഇയാളെവിടെ തനിയെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല, ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചിന്തിച്ചിട്ട് എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. നിധി പറയും നിങ്ങളിവിടെ നിൽക്കുന്നത് സേഫല്ല, എൻ്റെ ചേട്ടന് എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, പ്ലീസ് ദയവ് ചെയ്ത് പോ. സുധി ഇങ്ങനെ ഒരു വിഷമത്തോടെ പറയും പോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഞാൻ പോയിക്കോളാം. നിധി ഉള്ളിലോട്ട് പോക്കോന്ന് പറയും. നിധി കുറച്ച് മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുധി അവിടെ കാണില്ല. നിധിക്ക് വല്ലാത്ത വിഷമം തോന്നും. നിധിയുടെ മനസ്സ് മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ സുധിക്ക് അടികൊണ്ട കാര്യങ്ങളൊക്കെയാണ്. ജീപ്പിൻ്റെ അടുത്തേക്ക് പോയ സുധിയുടെ മനസ്സിലും നിധിയെ പറ്റിയുള്ള ഓർമ്മകളാ. സുധി ഇങ്ങനെ മനസ്സ് പറയും ഞാനെന്തിന് പോകണം, എനിക്കങ്ങനെ പോകാൻ കഴിയും. നിധിയെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ഫേക്കായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ. നിധി നീ എൻ്റെ ഭാര്യയാണ്, നീ ഇല്ലാതെ ഞാനിവിടുന്ന് പോവില്ല. നികേഷ് അവരോട് ചോദിക്കും ശരിക്കും ഈ ഐഡിയ പറഞ്ഞത് അച്ഛനാണോ, കൊള്ളാലോ. ഹരീഷ് പറയും ഞാൻ ആദ്യമായിട്ടാ അങ്ങേരുടെ വായിന്നൊരു നല്ല കാര്യം കേൾക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കല്യാണം നടത്താമെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറയും എത്രയും പെട്ടെന്ന് നടത്തണം, കാലതാമസം പാടില്ല. സുധി എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കും. സുഭാഷ് പറയും നാളെ വരുന്നവർ, എന്നാൽ നാളെ തന്നെ വിരുന്ന് നടത്തണം, ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്യണം, അല്ലാതെ 10 ദിവസം കഴിഞ്ഞ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ നാട്ടുകാരുടെ കാര്യം നിനക്കറിയാലോ, ഓരോന്നും പറഞ്ഞുണ്ടാക്കും. നികേഷ് പറയും ആൾ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ, നാളെ ഫംഗ്ഷൻ നടത്തിയാൽ സംഗതി കലക്കും. സുഭാഷ് ചോദിക്കും എന്നാൽ അങ്ങനെ ആക്കിയാലോ. ഹരീഷ് ചോദിക്കും മണ്ഡപം ബുക്ക് ചെയ്യണ്ടേ. അച്ഛൻ പറയും വീട്ടിൽ വെച്ച് നടത്തിയാൽ മതിടാ. നികേഷ് പറയും ഇന്ന് പുള്ളി പറയുന്നതൊക്കെ പോയിന്റ് ആണല്ലോ. സുധിയെ ഫ്രണ്ട് വിളിക്കാണ്, ജീപ്പ് തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ സുധി പറയും നാളെ തരാടാ. അവൻ പറയും നീ ഇന്നലെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചല്ലേ, അച്ഛനിങ്ങനെ വണ്ടി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് പറയും. സുധി പറയും ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല, നാളെ എന്തായാലും തരാമെന്ന് പറയും. അവൻ പിന്നെ ഇത് തന്നെ പറയുമ്പോൾ സുധി ഫോൺ കട്ട് ചെയ്യാണ്. നികേഷും സുധിയെ വിളിക്കുകയാണ്. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ചേട്ടനിവിടെ ഭയങ്കര ടെൻഷനാണെന്ന് പറയും. എന്നാൽ ഇങ്ങോട്ട് വരികയെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും നാളെ വരും എന്ന് പറയും. ചേട്ടത്തി ഉണ്ടാവില്ലേ കൂടെ, നമ്മുടെ നാട്ടുകാരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയും. ഇനി തിരിച്ചു വരുമ്പോൾ നല്ല പട്ടാപകല് ജംഗ്ഷനിലെ ചായക്കടയിലൊക്കെ നിർത്തി വല്യച്ഛനൊക്കെ കണ്ടിട്ട്